ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്ട്രോണിക്സ് സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ SMPSനെ പറ്റിയാണ് പറയുന്നത്. SMPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് മോഡ് പവർ സപ്ലൈ. നമ്മളെല്ലാവരും SMPS ഒന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ എന്താണ് SMPS എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യകാല കമ്പ്യൂട്ടറുകളിൽ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള ലീനിയർ പവർ സപ്ലൈകളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ലീനിയർ പവർ സപ്ലൈ എന്ന് പറയുമ്പോൾ തന്നെ അവ ഒരുപാട് അഡ്വാൻസ് ഒന്നും അല്ലായിരുന്നു. വളരെ വലിപ്പം കൂടിയതും എന്നാൽ ടെക്നിക്കലി വളരെ എഫിഷ്യൻസി കുറഞ്ഞതുമായിട്ടുള്ള പവർ സപ്ലൈകളായിരുന്നു ഈ ലീനിയർ പവർ സപ്ലൈകൾ. എന്നാൽ പിന്നീട് ഇതുപോലുള്ള SMPSകൾ വരികയും കമ്പ്യൂട്ടറിൻ്റെ വലിപ്പം ഒരുപാട് കുറയ്ക്കുവാനും പ്രവർത്തനക്ഷമത എന്നാൽ ഒരുപാട് കൂട്ടുവാനും SMPSൻ്റെ വരവോടുകൂടി സാധിച്ചു. ഇതൊരു പുതിയ തലമുറയിൽപ്പെട്ട SMPS ആണ്. 230 വോൾട്ട് AC ഇൻപുട്ടും എന്നാൽ കമ്പ്യൂട്ടറിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള വിവിധ തരം DC ഔട്ട്പുട്ടുകൾ നൽകുക എന്നുള്ളതാണ് SMPSൻ്റെ പ്രധാന കർത്തവ്യം. ഈ കാണുന്ന ഓരോ കണക്ടറുകളും ഓരോ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് കോർ വോൾട്ടേജ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിലേക്കുള്ള പവർ സപ്ലൈ, കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ്, അങ്ങനെ പലതരമുള്ള ഉപകരണങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായ രീതിയിലുള്ള കണക്ടറുകൾ SMPSൽ നമുക്ക് കാണാൻ സാധിക്കും. ഫ്ലോപ്പി ഡ്രൈവിൻ്റെ കണക്ടറാണ് ഈ കാണുന്നത്. ഫ്ലോപ്പി ഡിസ്കിൻ്റെയൊക്കെ ഉപയോഗം ഇപ്പോൾ ഇല്ലാത്തത് കാരണം ഇതുപോലുള്ള കണക്ടറുകളൊന്നും ഇന്നത്തെ കാലത്തെ പുതിയ കമ്പ്യൂട്ടറിലൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ഫ്ലോപ്പി ഡിസ്കുകളെ പറ്റിയും അവയുടെ ഡ്രൈവുകളെ പറ്റിയും അവയുടെ പ്രവർത്തനം എങ്ങനെയാണെന്നൊക്കെയുള്ള ഒരു വീഡിയോ നമുക്ക് ചാനലിൽ ചെയ്യാം. ID ഹാർഡ് ഡിസ്കിൻ്റെ ഒരു പവർ കണക്ടറാണിത്. ഹാർഡ് ഡിസ്കുകളെ പറ്റിയും ID SATA കണക്ടറുകളെ പറ്റിയൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. പ്രോസസ്സറിന് പവർ നൽകുന്ന VRM യൂണിറ്റിലേക്കുള്ള കോർ വോൾട്ടേജ് കണക്ടറാണ് ഈ കാണുന്നത്. SATA ഹാർഡ് ഡിസ്കുകൾക്കായിട്ടുള്ള പവർ കോഡാണ് ഈ കാണുന്നത്. 80കളുടെ ആദ്യ കാലഘട്ടങ്ങളിൽ AT പവർ സപ്ലൈകളായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ഈ പവർ സപ്ലൈകളുടെ ഒരു പ്രധാന ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ടേൺ ഓഫ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഈ പവർ സപ്ലൈകളിലില്ലായിരുന്നു. അതായത് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യുക എന്നൊരു പ്രവർത്തനം നമുക്ക് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. നമ്മൾ മാനുവലി സ്വിച്ച് ഓഫ് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് 90കളുടെ പകുതിയോടുകൂടി ATX പവർ സപ്ലൈകൾ നിലവിൽ വന്നു. അതോടുകൂടി നമുക്ക് ഷട്ട് ഡൗൺ നമ്മൾ വിൻഡോസിൽ ഷട്ട് ഡൗൺ ചെയ്യില്ലേ, അങ്ങനെ ഷട്ട് ഡൗൺ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഷട്ട് ഡൗൺ ചെയ്യാൻ സാധിക്കുന്നത് ഈ ATX പവർ സപ്ലൈ വന്നതിന് ശേഷമാണ്. ATX പവർ സപ്ലൈ ആദ്യകാലത്ത് ഇതുപോലെ 20 പിൻ പവർ സപ്ലൈകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഒരു 4 പിന്നൂടെ അഡീഷണൽ വന്നു. 24 പിൻ പവർ സപ്ലൈകളാണ് പിന്നീട് ATXൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ 24 പിന്നിൽ 4 പിൻ എക്സ്ട്രാ വന്നത് GPU പോലുള്ള യൂണിറ്റുകളുടെ പ്രവർത്തനത്തിന് വേണ്ടി എക്സ്ട്രാ 4 പിൻസ് കൂടെ പിന്നീട് വന്നു. SMPSൽ ഏതെങ്കിലും കുറച്ച് കളറുകൾ വെറുതെ കൊടുക്കുകയല്ല. ഈ ഓരോ കളറും ഈ കേബിളുകളിൽ ഓരോ കളറും ഓരോരോ വോൾട്ടേജുകളെയും SMPSൻ്റെ ഓരോ പ്രവർത്തനത്തിനെയും ഡിപ്പെൻഡ് ചെയ്താണ് ഓരോരോ കളറുകൾ കൊടുക്കുന്നത്. ഓരോ കളറും ഓരോ ഉപയോഗത്തെ സൂചിപ്പിക്കുന്നത്. ഈ ഗ്രീൻ ആണ് SMPSനെ സ്വിച്ച് ഓൺ അഥവാ സ്വിച്ച് ഓഫ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ബാക്കി ഓരോ കളറുകളും ഓരോരോ വോൾട്ടേജുകളെയാണ് സൂചിപ്പിക്കുന്നത്. ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഓരോ കളറും ഓരോ വോൾട്ടേജിനെ സൂചിപ്പിക്കുന്നു. റെഡ് 5 വോൾട്ടിനെ, യെല്ലോ 12 വോൾട്ടിനെ, ഓറഞ്ച് 3.3 വോൾട്ടിനെ, ബ്ലാക്ക് അത് കോമൺ ആയിട്ട് ഗ്രൗണ്ടിനെ സൂചിപ്പിക്കുന്നു. ഗ്രീൻ കളറാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കളർ. അതായത് ഈ SMPSനെ ഓണും ഓഫും ആക്കാൻ സാധിക്കുന്നത് ഈ ഗ്രീൻ കേബിൾ ഉപയോഗിച്ചിട്ടാണ്. ഈ ഗ്രീൻ കളർ അതിനെ പവർ സപ്ലൈ ഓൺ ഓഫ് ആക്കുവാൻ വേണ്ടി സൂചിപ്പിക്കുന്നു. പർപ്പിൾ സ്റ്റാൻഡ് ബൈ വോൾട്ടേജ് ആണ്, +5 ആണ്. ഗ്രേ പവറൊക്കെ, അതായത് SMPSൻ്റെ എല്ലാ ഭാഗങ്ങളും പ്രവർത്തിക്കുന്നു എന്ന് മദർ ബോർഡിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കേബിളാണ് ഗ്രേ പവർ ഗുഡ്. അപ്പോൾ ഗ്രേയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടറിനെ ബൂട്ടിങ്ങിനെ അത് ബാധിക്കും. കമ്പ്യൂട്ടറിനെ ബൂട്ട് ചെയ്യാൻ മദർ ബോർഡ് അലോ ചെയ്യില്ല. SMPS പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് വെച്ചു. അങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ ഈ ഗ്രീനും ഈ ബ്ലാക്കും വയറുകൾ തമ്മിലൊന്ന് ഷോർട്ട് ചെയ്തിട്ട് പവർ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫാൻ കറങ്ങുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇങ്ങനെ കറങ്ങുന്നുണ്ടെങ്കിൽ SMPSന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ SMPS ഒന്ന് അഴിച്ചു നോക്കാം.
കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗമായ വലിയ ഫാനും ഹീറ്റ് സിങ്കുകളും അതുപോലെ തന്നെ കപ്പാസിറ്ററുകൾ, ട്രാൻസ്ഫോമറുകൾ, മറ്റ് ഇലക്ട്രോണിക് കമ്പോണൻറ്റുകളൊക്കെ ഒരുപാട് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഈ കമ്പോണൻറ്റുകളുടെയൊക്കെ ധർമ്മം എന്താണ്? ഈ SMPSനെ അഥവാ സ്വിച്ച് മോഡ് പവർ സപ്ലൈ എന്ന പേര് വരാനുള്ള കാരണം എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ലീനിയർ പവർ സപ്ലൈകളിൽ കമ്പ്യൂട്ടറിന് വേണ്ട വിവിധ വോൾട്ടേജുകൾ നൽകുവാൻ വേണ്ടിയിട്ട് റെസിസ്റ്റൻസുകളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ SMPSൽ ഇതിനായിട്ട് ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് സർക്യൂട്ടുകളും റെഗുലേറ്ററുകളും ഉപയോഗിച്ചു. ഇത് എനർജി ലോസ് കുറയ്ക്കാൻ മാത്രമല്ല, പവർ സപ്ലൈയുടെ വലുപ്പം കുറയ്ക്കാനും കമ്പ്യൂട്ടറിൻ്റെ എഫിഷ്യൻസി വളരെയധികം മടങ്ങ് കൂട്ടുവാനും സാധിച്ചു. ഇന്ന് നമ്മൾ നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചാർജറുകൾ പോലും ഒരു ചെറിയ SMPS ആണ്. ഇത് SMPSൻ്റെ പ്രവർത്തനം കാണിക്കുന്ന ഒരു ബ്ലോക്ക് ഡയഗ്രമാണ്. SMPSൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഈ ബ്ലോക്ക് ഡയഗ്രം ഒന്ന് നോക്കാം. നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ കിട്ടുന്ന AC വോൾട്ടേജ് 230 വോൾട്ടാണ്. അതൊരു AC വോൾട്ടാണ്. എന്നാൽ ഈ AC വോൾട്ടിനെ നേരിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്വിച്ച് മോഡ് പവർ സപ്ലൈ അഥവാ SMPS ഉപയോഗിക്കുന്നത് തന്നെ. ഈ നമുക്ക് വേണ്ട വ്യത്യസ്തമായ മുമ്പ് പറഞ്ഞ പോലെയുള്ള 5 വോൾട്ട്, 12 വോൾട്ട്, 3.3 വോൾട്ട് പോലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള DC വോൾട്ടേജുകൾ നൽകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ SMPSൻ്റെ ധർമ്മം. അപ്പോൾ ഈ AC വോൾട്ടേജിനെ ആദ്യം DC വോൾട്ടേജായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഒരു റെക്ടിഫയർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നു. AC വോൾട്ടേജിനെ DC വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സർക്യൂട്ടിനാണ് റെക്ടിഫയറുകൾ എന്ന് പറയുന്നത്. ഈ റെക്ടിഫയറുകളുടെ വോൾട്ടേജിനെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് കപ്പാസിറ്ററുകൾ അടങ്ങിയ ഒരു ഫിൽട്ടർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് നെക്സ്റ്റ് ബ്ലോക്ക് ഡയഗ്രത്തിൽ കാണിക്കുന്നത്. പിന്നീട് വരുന്ന ഒരു ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് സർക്യൂട്ടാണ്. ഈ സ്വിച്ചിങ് സർക്യൂട്ട് ഉള്ളതുകൊണ്ടാണ് ഇതിനെ സ്വിച്ച് മോഡ് പവർ സപ്ലൈ അഥവാ SMPS എന്ന് പറയുന്നത്. അതായത് സ്വിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ആക്കുക, ഓഫ് ആക്കുക. അതായത് ഒരു ഓണും ഒരു ഓഫും വളരെ വേഗത്തിൽ വളരെ ഹൈ ഫ്രീക്വൻസിയിൽ നടത്തിയെടുക്കുകയാണ് ഈ SMPSൽ നടക്കുന്നത്. ഒരു പൾസ് ട്രാൻസ്ഫോമറും അതിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് സർക്യൂട്ടുമാണ് വളരെ ചെറിയ ഏരിയയിൽ വളരെയധികം എഫിഷ്യൻ്റായിട്ട് ഈ വോൾട്ടേജുകൾ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി സഹായിക്കുന്നത്. നമ്മുടെ പവർ സപ്ലൈയുടെ എഫിഷ്യൻസി കൂട്ടുവാനും വലിപ്പം കുറയ്ക്കാനും വേണ്ടിയിട്ട് ട്രാൻസ്ഫോമറുകളുടെ വൈൻഡിങ്ങുകളുടെ എണ്ണം വളരെയധികം കുറയ്ക്കേണ്ടതും കോറുകളുടെ കനം വളരെയധികം കുറയ്ക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. എന്നാൽ അത് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ ബാധിക്കാനും പാടില്ല. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ടിലുള്ള ഫ്രീക്വൻസി വളരെയധികം കൂട്ടുക എന്നുള്ളതാണ്. നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് കൂട്ടാൻ സാധിക്കില്ല, കാരണം അത് സ്റ്റഡി ആയിട്ടുള്ള ഒരു വോൾട്ടേജാണ്. അതുകൊണ്ട് നമുക്ക് ഇനി ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് ഇൻപുട്ടുള്ള ഫ്രീക്വൻസി കൂട്ടുക എന്നുള്ളതാണ്. ഒരു പൾസ് ജനറേറ്ററിൻ്റെയും ഒരു ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് സർക്യൂട്ടിൻ്റെയും സഹായത്തോടു കൂടി ഈ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ടിലുള്ള ഫ്രീക്വൻസി വളരെയധികം കൂട്ടുകയും ഈ സ്വിച്ചിങ് വളരെയധികം വേഗത്തിൽ നടത്തിയെടുക്കുകയും ചെയ്തുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നാൽ വീണ്ടും ഈ പൾസ് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് ഒരു AC അല്ലെങ്കിൽ പൾസ് ഔട്ട്പുട്ടാണ്. ഈ ഔട്ട്പുട്ടിനെ നമുക്ക് വീണ്ടും ഒരു റെക്ടിഫയറിൻ്റെ സഹായത്തോടു കൂടി വീണ്ടും DC ആക്കാനും അതിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി കപ്പാസിറ്ററുകൾ അടങ്ങുന്ന ഒരു സർക്യൂട്ട് ഉപയോഗിച്ച് കുറച്ചുകൂടെ ഫിൽട്ടർ ചെയ്ത് പ്യുവർ DC ആക്കി എടുക്കുവാനും പിന്നെ നമുക്ക് വേണ്ട ആവശ്യത്തിനനുസരിച്ച് ഉള്ള വോൾട്ടേജുകൾ കൃത്യമായിരിക്കാൻ വേണ്ടിയിട്ട് റെഗുലേറ്റർ സർക്യൂട്ടുകളും ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും ഈ SMPSൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജ് കൃത്യമാണോ, അഥവാ ഇതിൻ്റെ എഫിഷ്യൻസിക്ക് എന്തെങ്കിലും തകരാറുണ്ടോ, ലോഡ് കൂടുതലാണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലൊരു ഫീഡ്ബാക്ക് സർക്യൂട്ട് കൂടെ ഉണ്ടായിരിക്കും. അതായത് ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജ് കൃത്യമാണോ എന്ന് ഈ ഫീഡ്ബാക്ക് സർക്യൂട്ട് എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഇൻപുട്ട് ഔട്ട്പുട്ട് സർക്യൂട്ടുകൾ തമ്മിൽ നേരിട്ട് ബന്ധം ഉണ്ടാവാതെ ഈ ഒരു ഫീഡ്ബാക്ക് നൽകുവാൻ വേണ്ടിയിട്ട് ഒപ്റ്റോ ഐസോലേറ്ററുകൾ പോലുള്ള ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒരു ലൈറ്റ് സോഴ്സും ഒരു ട്രാൻസിസ്റ്ററും കൂടി ചേർന്ന ഒരു കമ്പോണൻ്റാണിത്. ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് വ്യതിയാനങ്ങളെ ഈ ഫീഡ്ബാക്ക് സർക്യൂട്ട് ഈ സ്വിച്ചിങ് സർക്യൂട്ടിനെ അറിയിക്കുകയും അതിനനുസരിച്ച് ഫ്രീക്വൻസിയിൽ വ്യതിയാനങ്ങൾ വരുത്തി ഔട്ട്പുട്ടിലെ വോൾട്ടേജ് എപ്പോഴും സ്റ്റേബിൾ ആക്കി നിർത്താനും ഈ SMPSന് അതുകൊണ്ട് സാധിക്കും. SMPS അഥവാ സ്വിച്ച് മോഡ് പവർ സപ്ലൈ എന്ന പേര് വരാനുള്ള കാരണം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ചിത്രത്തിൽ നമ്മൾ കാണുന്ന ഒരു SMPS സർക്യൂട്ടാണ്.
ഇതിനെ പ്രൈമറി സെക്കൻഡറി എന്നിങ്ങനെ വേർതിരിച്ചേക്കുന്നത് കാണാം. ഫീഡ്ബാക്ക് സർക്യൂട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഒപ്റ്റോ ഐസൊലേറ്റേഴ്സും ഫിൽറ്ററിൻ്റെ ഭാഗമായിട്ടുള്ള കപ്പാസിറ്റേഴ്സ്, റെഗുലേറ്റേഴ്സ്, ട്രാൻസ്ഫോമേഴ്സ് എല്ലാം നമുക്കിതിൽ കാണാൻ സാധിക്കും. SMBSകളെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ.